രാഷ്ട്രീയത്തിന് അതീതമായി മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും ധൈര്യത്തിന്റെയും ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഉത്തരാഖണ്ഡിലെ കോട്വാദോറിലെ ദീപക് കുമാർ എന്ന യുവാവിനെ നിങ്ങൾ മറന്നു കാണാൻ സാധ്യതയില്ല. ഒരു മുസ്ലിം വ്യാപാരിക്ക് നേരെ നടന്ന ആക്രമണത്തെ എതിർത്ത് നിന്ന അദ്ദേഹം പക്ഷെ അതിന് വലിയ വില തന്നെ നൽകേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ജിമ്മിലുണ്ടായിരുന്ന ആളുകൾ മൊത്തം അദ്ദേഹത്തിന് നഷ്ടമായി എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. എന്താണ് അവിടെ നടന്നത്? നമുക്ക് വ്യക്തമായി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ ജനുവരി 26-നായിരുന്നു ആ സംഭവം. ഉത്തരാഖണ്ഡിലെ കോട്ദ്വാറിൽ 70-കാരനായ ഒരു മുസ്ലിം കച്ചവടക്കാരനെ ഒരു സംഘം ആളുകൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവിടെ ഉണ്ടായിരുന്ന ദീപക് കുമാർ എന്ന യുവാവ് ആക്രമികളെ തടയാൻ മുന്നോട്ട് വന്നു. എന്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാണ് ആ വൃദ്ധന് അദ്ദേഹം സുരക്ഷയൊരുക്കിയത്. എന്നാൽ ഇതിന്റെ പേരിൽ വലിയ നഷ്ടങ്ങളാണ് ദീപകിനുണ്ടായത്. അദ്ദേഹത്തിന്റെ ഹൾക്ക് ജിം എന്ന ജിമ്മിൽ നിന്ന് 150 പേരുണ്ടായിരുന്നത് വെറും 15 പേരായി ചുരുങ്ങി. അദ്ദേഹത്തിന് പല ഭാഗത്തു നിന്നും ഒറ്റപ്പെടലുകളും രാഷ്ട്രീയ ഭീഷണികളും വന്നുകൊണ്ടേയിരുന്നു. എങ്കിലും താൻ ചെയ്തത് ശരിയാണെന്ന ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ദീപക്. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട രാഹുൽ ഗാന്ധി ദീപകിനെ ദില്ലിയിലേക്ക് ക്ഷണിച്ചു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ദീപക്കുമായി കൂടിക്കാഴ്ച നടത്തി. വളരെ ഹൃദ്യമായ ഒരു സംഭാഷണമാണ് അവിടെ നടന്നത്. രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ദീപക് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: രാഹുൽജി എന്നെയും കുടുംബത്തെയും ക്ഷണിച്ചു. ഞാൻ പറഞ്ഞതെല്ലാം അദ്ദേഹം കേട്ടറിഞ്ഞു. ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്നും ഞാനൊരു നന്മ നിറഞ്ഞ പ്രവൃത്തിയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞുവെന്നാണ് ദീപക് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. പക്ഷെ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. രാഹുൽ ഗാന്ധി ദീപകിനൊരു വാക്കു നൽകി. താമസിയാതെ ഉത്തരാഖണ്ഡിലെ ദീപകിന്റെ ജിമ്മിൽ താൻ നേരിട്ടെത്തുമെന്നും അവിടുത്തെ മെമ്പർഷിപ്പ് എടുക്കുമെന്നും രാഹുൽ ഉറപ്പു നൽകി. ഈ കൂടിക്കാഴ്ച ദീപകിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകൾ കാരണം തനിക്ക് നേരെ ഉണ്ടായിരുന്ന ഭീഷണിയെല്ലാം കുറഞ്ഞുവെന്ന് ദീപക് പറയുന്നു. ഇതിനോടൊപ്പം ദീപകിന് ഐക്യദാർഢ്യവുമായി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ പോലും ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാൻ എത്തിയിരുന്നു. ഇതിനു മുൻപ് തന്നെ ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉത്തരാഖണ്ഡിൽ പോവുകയും അദ്ദേഹത്തിന്റെ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തിരുന്നു. ഒരു സാധാരണക്കാരൻ നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അയാൾ ഒറ്റയ്ക്കല്ല എന്ന വലിയ സന്ദേശമാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. ജിമ്മിലെ അംഗങ്ങൾ പോയെങ്കിലും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ സ്നേഹവും പിന്തുണയും ഇന്ന് ദീപകിനുണ്ട്. വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും ഈ കാലത്ത് ദീപക് കുമാറിനെ പോലെയുള്ള ആളുകൾ ഒരു പ്രത്യാശയാണ്. അവരെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർ കൂടെ നിർത്തുമ്പോൾ ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്.